തിരുവനന്തപുരം മേയർ പോലെ വാർത്താ പ്രാധാന്യം നേടിയൊരു മേയർ ഉണ്ടാവില്ല. അത് നല്ല വാർത്തയല്ല, കുപ്രസക്തമായ വാർത്തകളാണ്. പലപ്പോഴും ട്രോളുകളിലൊക്കെ നിറയുകയാണ്. ഇത് മേയറുടെ ഒരു പക്വതക്കുറവായിട്ട് കാണാൻ പറ്റുമോ? എന്താണ് ശരിക്കും ആര്യ രാജേന്ദ്രന് പറ്റുന്നത്? അല്ല, തിരുവനന്തപുരം മേയറുടെ കാര്യം പറയുമ്പോൾ അത് ഏതാണ്ട് ഈ രാഹുൽ ഗാന്ധിയുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെയാണ്. അതായത് ഒരു ലീഡർഷിപ്പ് സ്കില്ലോട് കൂടി വന്നൊരു പൊസിഷനിലിരിക്കുന്നതിന് പകരം സാഹചര്യങ്ങൾ ഒരാളെ അവിടെ കൊണ്ട് ഇരുത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക്, നമ്മൾ ഈ ജാതകത്തിൽ ശുക്രൻ നിൽക്കുന്ന സമയം എന്നൊക്കെ പറയുന്നത് പോലെ വന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ആര്യ രാജേന്ദ്രൻ മേയറായിരിക്കുന്നത്. അവരെക്കാളും ഒരുപാട് ക്വാളിറ്റി ഉള്ള ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു. പുഷ്പലത ഉൾപ്പെടെയുള്ള വളരെ സീനിയറായിട്ടുള്ള CPM-ന്റെ വനിതാ സഖാക്കൾ ഉണ്ടായിരുന്നു. പക്ഷെ അവർ പലരും തിരഞ്ഞെടുപ്പിൽ തോൽക്കുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ അവസാനം വന്ന് ഞർക്ക് വീണു. അതുകൊണ്ട് അവർ ആയി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഞാൻ അവരെ വ്യക്തിഹത്യ ചെയ്തതോ മോശമായിട്ട് സംസാരിച്ചതോ അല്ല. പക്ഷേ അവർ മേയർ എന്നുള്ള നിലയിലുള്ള അവരുടെ പെർഫോമൻസ് നമുക്ക് കഴിഞ്ഞ ഇത്രയും വർഷത്തിനിടയിൽ ഇത്രയധികം കോൺട്രവേഴ്സി ഉണ്ടാക്കിയ മറ്റൊരു മേയർ ഇല്ല. ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ, കൊച്ചി കോർപ്പറേഷൻ, കണ്ണൂർ കോർപ്പറേഷൻ, അല്ലേ, തൃശ്ശൂർ കോർപ്പറേഷൻ, കോഴിക്കോട്, ഇത്രയും ഇരിക്കുന്നുണ്ട്. തിരുവനന്തപുരത്ത് തന്നെ വളരെ മുൻകാലങ്ങളിലുള്ള മേയർമാരുണ്ട്. ഇവരെല്ലാവരും ഉണ്ടാക്കാത്ത കോൺട്രവേഴ്സികളാണ് നമ്മുടെ തിരുവനന്തപുരം മേയർ ഉണ്ടായിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഈ ഡ്രൈവർ യദുവുമായിട്ടുണ്ടായിരുന്ന പ്രശ്നം, ഇപ്പോൾ വലിയ പ്രശ്നങ്ങൾ യദുവിൻ്റെ പേരിൽ ഇവരുണ്ടാക്കുന്നുണ്ട്. യദു വാഹനം ഓടിച്ചു, ഇപ്പോൾ ഫോൺ ചെയ്തു, യദു അങ്ങനെ ചെയ്തു, യദു ഇങ്ങനെ ചെയ്തു, പണ്ടൊരു വണ്ടിയിൽ തട്ടി. ഇപ്പോൾ യദുവിൻ്റെ ട്രാക്ക് റെക്കോർഡ് ഇറക്കാൻ ഇവരെല്ലാവരും പോയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഈ മേയറുടെ ട്രാക്ക് റെക്കോർഡ് ഇവരെ എടുത്ത് പരിശോധിക്കാത്തത്? മേയറുടെ ഹിസ്റ്ററി എന്താണ് ഇവർ പരിശോധിക്കാത്തത്? യദുവിൻ്റെ ഹിസ്റ്ററി നിങ്ങൾ പരിശോധിക്കും, നല്ല കാര്യം തന്നെയാണ്. അല്ല, അത് ഈ CPM-ഉം ഇടതുപക്ഷമൊക്കെ എപ്പോഴും അങ്ങനെയാണല്ലോ. അവർക്ക് നേരെ ആരോപണം ഉന്നയിച്ച ആളുടെ ഹിസ്റ്ററിയാണ് പിന്നെ തപ്പിപ്പോവുക. ആളുടെ ഹിസ്റ്ററിയാണ് അവർ തപ്പുന്നത്. മേയറുടെ ഹിസ്റ്ററി എന്താണ് തപ്പുന്നത്? ഇപ്പോൾ രാഷ്ട്രപതിയുടെ വാഹന വ്യൂഹം ഇവിടെ വരുമ്പോൾ ആ കോൺവോയ്ക്കകത്ത് കൊണ്ടുവന്ന് ഇടിച്ചു കയറ്റുക, അല്ലേ? അപ്പോൾ അത് എത്ര വലിയ പക്വതക്കുറവാണത് അത് ചെയ്യുന്നത്. ആ ഡ്രൈവർ തന്നെ പറയുന്നു, മേയർ പറഞ്ഞിട്ടാണ് ഞാൻ കൊണ്ടുവന്ന് കയറ്റിയതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എത്ര വലിയ പക്വതക്കുറവാണ്. അവർക്കറിയില്ല രാഷ്ട്രപതിയാണ് പോകുന്നത്, ഞാൻ മേയറാണ്, ഓക്കെ, അല്ലെങ്കിൽ ആദ്യമേ അതിനകത്ത് ലിസ്റ്റിൽ പേര്. ഇപ്പോൾ എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പിന്നെ ഇവരുടെ ഒരു കുറേ ഹിസ്റ്ററി ഞാൻ എടുത്തിങ്ങനെ നോക്കുകയാണ്. ഇപ്പോൾ പൊങ്കാല സമയത്ത് ഇല്ലാത്ത പൊങ്കാലയുടെ പേരിൽ കാശ് എഴുതിയെടുക്കുന്ന സംഭവങ്ങൾ, പിന്നെ ഈ പട്ടികജാതി പട്ടികവർഗ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിന് ഇവരുടെ കാലത്താണ്, അതിന് തൊട്ട് മുമ്പാണോ എന്നുള്ള കാര്യം ഞാൻ ഓർക്കുന്നില്ല. പക്ഷേ എന്തായാലും ഇവരുടെ കാലത്തോട് ഇൻവോൾവ് ആയിട്ടാണ് പലതും ഉണ്ടായിരിക്കുന്നതെന്ന് മനസ്സിലാകുന്നത്. അതായത് ഇപ്പോൾ അവർക്ക് കൊടുത്തിരിക്കുന്ന ഗ്രാൻഡ് പലതും ഒരു 10 പേർക്കൊക്കെ ഒറ്റ അക്കൗണ്ട് നമ്പറിലാണ് പൈസ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അതൊന്ന് LED ലൈറ്റുകൾ തിരുവനന്തപുരത്ത് മാറ്റിയിരിക്കുന്നത് 18,000 LED ലൈറ്റ് മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. 2,450 രൂപയ്ക്കാണ് ഒരു LED ലൈറ്റ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതേ സമയത്ത് തന്നെ കെല്ലെന്ന് പറയുന്ന ഒരു കമ്പനി 2,350 രൂപയ്ക്ക് കോട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതെടുക്കാണ്ട് ഇതെടുത്തു. അപ്പോൾ തന്നെ 100 രൂപ ഒരു LED ലൈറ്റിന് മാറി. 18,000 LED ലൈറ്റ് മാറിയപ്പോൾ 18 ലക്ഷം രൂപ അവിടെ അങ്ങനെ മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതുമാത്രമല്ല, മനസ്സിലാക്കുന്നത് അത് ക്രോംപ്ടൻ്റെ ലൈറ്റിൻ്റെ മുകളിൽ യുണൈറ്റഡ് ഇലക്ട്രിക്കൽസ് എന്ന് സ്റ്റിക്കർ ഒട്ടിച്ചിട്ടാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത്. ക്രോംപ്ടൻ്റെ അടുത്ത് ഡയറക്റ്റ്ലി നമ്മൾ കൊട്ടേഷൻ എടുത്തിരുന്നെങ്കിൽ 2,150 രൂപയ്ക്ക് കിട്ടുമായിരുന്നു. ഇപ്പോൾ 300 രൂപ മാറി. അപ്പോൾ 18 ലക്ഷം എന്നുള്ളതിൻ്റെ റേഞ്ച് 54 ലക്ഷത്തിൻ്റെ അഴിമതിയിലേക്ക് മാറ്റി. ഒരു 18,000 ലൈറ്റ് വെച്ചപ്പോൾ, LED ലൈറ്റ് വെച്ചപ്പോൾ 54 ലക്ഷം രൂപയുടെ അഴിമതി അതിനകത്തായി. അപ്പോൾ ഇത് പക്വതക്കുറവ് മാത്രമല്ല, ഇവരെ പലരും മിസ്യൂസ് ചെയ്യുന്നു. അതാണ് ഇവരെ മുന്നിൽ നിർത്തിക്കൊണ്ടുള്ള ഒരു കളി. അല്ലെങ്കിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ പോലൊരു കോർപ്പറേഷൻ CPM നേതാക്കന്മാരില്ലാഞ്ഞിട്ടല്ലല്ലോ. പലർക്കും മുൻപിൽ വരാനുള്ള പല ബുദ്ധിമുട്ടും കാരണം ആര്യ രാജേന്ദ്രനെ മുമ്പിൽ നിർത്തി ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതൊരു ഫാക്ടറാണ്. ഈ എന്തുകൊണ്ട് ഇവരന്ന് മേയറായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CPM-നെ സംബന്ധിച്ചിടത്തോളം 2021 അസംബ്ലി ഇലക്ഷൻ വളരെ പ്രധാനമാണ്. അവർക്കിങ്ങനെ വാർത്തകൾ സൃഷ്ടിച്ചു കൊണ്ടേയിരിക്കുക. അവരുടെ PR ഏജൻസിയുടെ ഒരു ഇതായിരുന്നു, വാർത്തകളുടെ അതിപ്രസരമായിരുന്നു. അതുപോലെ തന്നെ ഈ ഐക്കൺസിനെ ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ ഇപ്പോൾ അവരതിനകത്ത് വളരെയധികം ഒരു മാസ്റ്റർ ചെയ്തിരിക്കുന്ന ആൾക്കാരാണ്. ഇപ്പോൾ VK പ്രശാന്ത് എന്ന് പറയുന്ന വട്ടിയൂർക്കാവ് MLA എങ്ങനെയാണ് ഇത്രയും വലിയ ആളായിട്ട് മാറുന്നത്? അദ്ദേഹം ലോഡ് അയച്ചു എന്ന് പറഞ്ഞിട്ടാണ്. അതിൻ്റെ ഒരു എപ്പിസോഡ് തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ രസകരമായിട്ടുള്ളൊരു എപ്പിസോഡാണ്. അതായത് എന്താണ്, ആദ്യം ഒരു പോസ്റ്റ് പാർവതി തിരുവോത്തൻ്റെ പേരിൽ വരുന്നു. എന്താണ്, തിരുവനന്തപുരത്തുകാർ വലിയ കള്ളന്മാരാണ്, ദുഷ്ടന്മാരാണ്, അവിടെയൊക്കെ പ്രളയം വന്നപ്പോൾ ഇവർ സഹായിക്കുന്നില്ല എന്നുള്ള പേരിൽ. അത് കുറേ നേരം ഓടി വൈറലായി കഴിയുമ്പോഴേക്കും ആ സാധനം പാർവതി എന്ന് പറയുന്നത് ഞാനല്ല ഇട്ടത്, ആ പോസ്റ്റ് എൻ്റെ ഫേക്കാണെന്ന് പറയും. അപ്പോഴേക്കും ഇത് എത്തേണ്ടിടത്തെല്ലാം എത്തിക്കഴിഞ്ഞു. അപ്പോൾ അതിനിടയ്ക്ക് മേയർ ബ്രോ ഭയങ്കര രക്ഷകവേഷമായിട്ടാണ് വരുന്നു. അദ്ദേഹം ലോഡ് എണ്ണിയായിരുന്നു. ആ സമയത്ത് തന്നെ കളക്ടർ
വേവ് എടുത്ത് പോകുന്നു. മേയർ നേരിട്ട് എടുക്കുക, വളരെ ക്ലീൻലി സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ളൊരു സാധനമാണ്. ഇതേപോലത്തെ ഒരു സ്ക്രിപ്റ്റാണ് ഏറ്റവും യങ്ങസ്റ്റ് മേയർ എന്നുള്ള നിലയിൽ ആര്യ അവതരിപ്പിച്ചുകൊണ്ട് വരുന്നത്. പിന്നെ ഒരാഴ്ചയോളം വാർത്തകളുടെ അതിപ്രസരമാണ്. ഈ പറയുന്ന പോലെ എൻ്റെ ഏറ്റവും യങ്ങസ്റ്റ് മേയർ വന്നു, അതാണ് ഇതാണ്. ഇത് വന്നു കഴിഞ്ഞു, ഓക്കെ, ഇലക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തിരുവനന്തപുരത്തുകാർ അനുഭവിക്കാന്ന് പറഞ്ഞാൽ ഇങ്ങനെ തൊട്ടതിനും തൊടാത്തതിനും പൊറോട്ടയിൽ വരെ അഴിമതി എന്നുള്ള തലത്തിലേക്ക്, ഇല്ലാത്ത ആൾക്കാർക്ക് പൊറോട്ട വാങ്ങിക്കൊടുത്തു എന്നുള്ള തലത്തിൽ വരെ അഴിമതി ഉണ്ടാകുന്ന സാഹചര്യത്തിലേക്ക് സാധനം വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞത് ഒരു പക്വത കുറവാണോ, ഇവരെ മുന്നിൽ നിർത്തി കളിക്കുന്നതാണ്, ഇതെല്ലാം കൂടി ചേർന്നിട്ടുള്ളൊരു പരുവമാണ്. അവരുടെ ഒരു രാഷ്ട്രീയം അങ്ങനെയാക്കാണ്. അവർ വെച്ചാൽ നാട് എന്തായാലും അവരുടെ വിഷയമല്ല, ഞങ്ങളുടെ പൊളിറ്റിക്കൽ ഗോൾസ് അച്ചീവ് ചെയ്താൽ മതി എന്ന് പറയുന്നത്. അല്ല, ഇവരൊക്കെ ഈ CPM മാത്രമാണ് ലോകമെന്ന്, ഇപ്പോൾ ചിന്താ ജെറോമിനെ എടുത്താൽ, ആര്യരാജൻ, ഇവരൊക്കെ ഈ ഒരു ഷെല്ലിനുള്ളിൽ ഇതാണെല്ലാം, പുറത്തുള്ള ആളുകളൊക്കെ മണ്ടന്മാരാണ്, അല്ലെങ്കിൽ ആ രീതിയിലാണ് പലപ്പോഴും അവർ ചില പ്രസ്താവനകൾ വരുന്നത്, അവിടെ പ്രവർത്തികളൊക്കെ കാണുമ്പോൾ അങ്ങനെയാണ് പലപ്പോഴും തോന്നിപ്പോകുന്നത്. അല്ല, അവർ ആ ഷെല്ലിനുള്ളിലാണ്, അത് സത്യമാണ്, അത് കറക്റ്റ് വാക്കാണ്. അവർ ആ ഷെല്ലിനുള്ളിൽ തന്നെ ജീവിക്കുന്ന ആൾക്കാരാണ്. അവർക്ക് ആ ഷെല്ലിന് പുറത്ത് എന്താണ് എന്നുള്ളതിനെ കുറിച്ചിട്ട് അവർക്ക് ധാരണയുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. പണ്ട് നമ്മൾ ഈ ചൈനയെക്കുറിച്ച് ഉത്തര കൊറിയയെക്കുറിച്ചും ഒക്കെ പറയുമായിരുന്നു, വലിയ ഇരുമ്പ് മറകൾ കെട്ടി അതിൻ്റെ ഉള്ളിലാണ് ആ ജനത്തിനെ താമസിപ്പിച്ചിരിക്കുന്നത്. കാരണം എന്താണ്, ലോകം അതിൻ്റെ അകത്ത് എന്ത് നടക്കുന്നു എന്ന് കാണാതിരിക്കാനാണ് എന്നാണ്. വളരെ പിന്നീടാണ് അത് മനസ്സിലാകുന്നത്, ഇത് അങ്ങോട്ട് കാണാതിരിക്കാനല്ല, ഇതിൻ്റെ അകത്തുള്ള മനുഷ്യർ പുറം ലോകം കാണാതിരിക്കാനാണ്. കാരണം പുറം ലോകം കണ്ടു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ്. ഇപ്പോൾ അവിടെ ഗൂഗിളില്ല, ഫേസ്ബുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല, ട്വിറ്റർ യൂസ് ചെയ്യാൻ പാടില്ല. കാരണം എന്താണ്, പുറം ലോകവുമായിട്ട് ഇതിൻ്റെ അകത്തുള്ള മനുഷ്യർ കമ്മ്യൂണിക്കേറ്റ് ചെയ്തതെന്നാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള അതങ്ങനെ ആ സാധനത്തിന് ഒരു മോൾഡ് ചെയ്ത് എടുത്തിരിക്കുന്നതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അവർക്ക് പുറം ലോകവുമായിട്ട് ഒരു കണക്റ്റ് വന്നു കഴിഞ്ഞാൽ, മറ്റൊരു രീതിയിൽ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അവരുടെ ചിന്താരീതികൾ തന്നെ മാറിപ്പോകുന്നൊരു സാഹചര്യം ഉണ്ടാകും. ഈ ലോകം ഷ്രിങ്ക് ആവുകയും കമ്മ്യൂണിക്കേഷൻ വലുതാവുകയും ഒക്കെ ചെയ്തതോടുകൂടി നിങ്ങൾ കമ്മ്യൂണിസത്തിന് ആഗോളതലത്തിൽ തന്നെ എന്ത് സംഭവിച്ചു എന്ന് നോക്കിയാൽ മനസ്സിലാവും. കാരണം അത് ചുരുങ്ങി ഇന്ന് കേരളത്തിലേക്ക് മാത്രം വന്നു നിൽക്കുന്നൊരു സാഹചര്യമാണ്.